ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന തേനൂറും ജിലേബിയാണ്. സാധാരണ നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അരച്ചിട്ടാണ് ജിലേബി ഉണ്ടാക്കാറ്. പക്ഷേ ഇത് മാവ് അപ്പോൾ തന്നെ റെഡിയാക്കിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബി റെഡിയാക്കാം, അതും വെറും 10 മിനിറ്റിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ബൗളെടുക്കാം, അതിലോട്ടേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓറഞ്ച് ഫുഡ് കളർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ജിലേബീൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു തിക്ക് ബാറ്ററാക്കിയിട്ട് എടുക്കാം. അധികം ലൂസായി പോകരുത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് ബാറ്ററാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. നമ്മളിതുപോലെ ചുറ്റിച്ച് കിട്ടണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിവിടെ അടച്ച് വെക്കാം. ഇനി ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതുവരെ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ എടുക്കാം. അതിലൊട്ടേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടെ 4-5 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും 1-2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച ഈ ഒരു സിറപ്പിലോട്ടേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ കൂടുതൽ വേണ്ട, ഒരു പകുതി മാത്രം മതിയാകും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജിലേബി ഞാൻ റെഡിയാക്കുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇതിനോട് ഓൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടപ്പിന്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഏതായാലും എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഒരു മാവ് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ മാവും ഞാനിപ്പം ബോട്ടിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെക്കാം. കൂടെ തന്നെ നമ്മളെ ചൂടുള്ള ഷുഗർ സിറപ്പും വെച്ച് കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ജിലേബിയും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ജിലേബി ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട ജിലേബി ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരിയിട്ട് എണ്ണ നല്ലവണ്ണം തന്നെ കളയണം കേട്ടോ. എണ്ണ തീരെ പാടില്ല. എണ്ണ ഇതുപോലെ മുഴുവൻ കളഞ്ഞിട്ട് നമ്മുടെ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പിന് ആ ടൈമിന് നല്ല ചൂട് വേണം കേട്ടോ. ഒരു ലൈറ്റ് ചൂട് വേണം. ആ ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ടേക്ക് നമ്മുടെ ഓരോ ജിലേബിയും നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മുഴുവൻ ജിലേബിയും ഇതുപോലെ എണ്ണ കളഞ്ഞിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് നമ്മൾ ഇടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ജിലേബി ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ ജിലേബി നമ്മൾ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുള്ള നമ്മുടെ ജിലേബി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ചൂടോടുകൂടി തന്നെ ജിലേബി ഷുഗർ സിറപ്പിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഷുഗർ സിറപ്പിന് ലൈറ്റായിട്ട് ചൂട് വേണം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ജിലേബിയാണ്. ജിലേബി ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ക്രിസ്പിയാണ്. ജിലേബി ആദ്യമായി ട്രൈ ചെയ്ത് നോക്കുന്നവരും ഫെയിൽഡായവർക്കും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ജിലേബി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.